ധാർമ്മിക മൂല്യം ടീച്ച് ചെയ്തതാണ്. അങ്ങനെ പ്രബോധനം നടത്താനുള്ള അവകാശം ആർക്കും ഉണ്ട്. ഭരണഘടന മതം പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശവും ആർട്ടിക്കിൾ 25-ന്റെ ഭാഗമായി കൊടുക്കുന്നുണ്ട്. ഇത് ആ അനുച്ഛേദം 25 അനുസരിച്ചുള്ള മതം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതിയുടെ ഭാഗമായി കാണാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടുമല്ല. കാരണം എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ ഖുറാന്റെ ഒരു ആയത്തിനകത്തും ഇതുപോലെ തട്ടിക്കൊണ്ടുപോകുന്നു, വശീകരിക്കുന്നു എന്നുള്ള പ്രയോഗങ്ങൾ ഉണ്ടെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. ആധ്യാത്മികമായിട്ട് മതം പ്രചരിപ്പിക്കുക എന്നുള്ളതിന് മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒറ്റ ഉദാഹരണം പറയാം. എൻ്റെ അച്ഛമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ മമ്പറത്തെ തങ്ങളെ, പടച്ചോനെ എന്നുള്ള 2 വാക്കുകൾ എപ്പോഴും ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട എൻ്റെ അച്ഛമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അവരിത് പറയാൻ കാരണം എന്ന് പറയുന്നത്, വളരെ കൃത്യമായി കൊണ്ട് സവർണ സമുദായത്തിൽ നിന്ന് ആക്രമണങ്ങൾ നേരിട്ടപ്പോൾ അവരെ സംരക്ഷിച്ച് നിർത്തിയ മത ആത്മീയ നേതാക്കൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇസ്ലാമിന്റെ കോർ വാല്യൂസിൽ ഒന്നായ ഫ്രറ്റേണിറ്റി, സാഹോദര്യം എന്ന് പറഞ്ഞ മൂല്യത്തിൽ ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ് ആ സമയത്ത് മാസീവായിട്ടുള്ള കൺവേർഷൻസ് പോലും ഇസ്ലാമിനകത്തേക്ക് പോയത്. അന്ന് അത് അനിസ്ലാമികമാണെന്ന് പറഞ്ഞുകൊണ്ട് ദളിത് മുസ്ലിമായി ചെന്ന സഹോദരരെ തടഞ്ഞു നിർത്തിയതല്ല ആത്മീയത എന്ന് പറയുന്നത്, മറിച്ച് അവരെ കൂടി ചേർത്ത് പിടിച്ചതാണ് കേരളത്തിന്റെ മുസ്ലിം ആത്മീയതയുടെ കൃത്യമായ സാഹോദര്യ ബോധം നാം കണ്ടിട്ടുള്ളത്. ഇവരൊക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിക്കൊണ്ട് ഹെയ്റ്റിന്റെ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ രാഷ്ട്രീയം പടർത്തിക്കൊണ്ട് സമൂഹത്തിന്റെ അകത്ത് ഇത്തരം ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നോക്കൂ, ഇവിടെ കൃത്യമായിക്കൊണ്ട് DYFI പോലുള്ള സംഘടനകൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സംഘടനയുടെ ആത്മാഭിമാനത്തെ കൂടിയാണ് ഇവിടെ ചോദ്യം ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സംഘടന സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന നിലയിലാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ നേതാവിനെതിരെ എന്തുകൊണ്ടാണ് നമുക്ക് ഡിഫമേഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റാത്തത്? നിങ്ങളുടെ സംഘടനയ്ക്ക് എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി സാധിക്കാത്തത്? തൊട്ട് മുൻപ് ചർച്ചയിൽ MSFന്റെ പ്രതിനിധി വന്നുകൊണ്ട് സമാനമായിട്ടുള്ള ഒരു വിദ്വേഷ പരാമർശം നടത്തി. ഇവർക്കെതിരെ കൃത്യമായ നിയമ നടപടികളുമായി പോയിക്കൊണ്ട് ഇനി ഇത്തരം പരാമർശങ്ങൾ ഇവർ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി സംഘടനകളുടെ ഭാഗത്തുനിന്ന് കൂടി നടപടികൾ ഉണ്ടാകണം എന്നുള്ളത് കൂടെ ഇതിനോട് ചേർത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യൻ അന്യമതത്തിൽപ്പെട്ട ആളെയോ സമുദായത്തിൽപ്പെട്ട ആളെയോ ഒക്കെ കല്യാണം കഴിക്കേണ്ടത് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ മാത്രം കാര്യമാണ്. ആ ഇടത്തിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് ഉറച്ചു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു.